ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GNNGJയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സൂപ്പറായിട്ടുള്ള മഷ്റൂം 65ൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. വെജിറ്റേറിയൻസിന് ഇതൊരു അടിപൊളി ട്രീറ്റ് ആയിരിക്കും. ചിക്കൻ 65 കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ മഷ്റൂം 65. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മഷ്റൂം 65 ഉണ്ടാക്കാനായിട്ട് 2 പാക്കറ്റ് ബട്ടൺ മഷ്റൂംസ് വാങ്ങി കഴുകി ക്ലീൻ ആക്കി ഓരോ ബട്ടൺ മഷ്റൂംസും 2-3 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. മിനിറ്റിന് ശേഷം മഷ്റൂമിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി വറുക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം മഷ്റൂം ഇങ്ങനെ ഓരോന്നായിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. 3-4 മിനിറ്റ് മഷ്റൂം എണ്ണയിൽ കിടന്നൊന്ന് പൊരിഞ്ഞോട്ടെ. മഷ്റൂം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റാം. മഷ്റൂം എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഗ്യാസ് സിമ്മിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് മഷ്റൂം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, മഷ്റൂം നല്ല ചിക്കന് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മഷ്റൂംസും വറുത്ത് മാറ്റി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള മഷ്റൂം 65 തയ്യാറായി കഴിഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻസിനെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ് മഷ്റൂം 65. വെജിറ്റേറിയൻസിന് മാത്രമല്ല കേട്ടോ, നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം. ശരിക്കും ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.